മക്കളൊന്നും അറിയത്തില്ല, ഇത് എണ്ണിയാലും തീരത്തില്ല, ഞാൻ എൻ്റെ ആയുസ് മുഴുവൻ എണ്ണിയാൽ തീരത്തില്ല. നിനക്ക് മക്കൾ അങ്ങനെ ഉണ്ടാവും? ഭൂമിയിലെ തൊഴിയ മണൽത്തരി പൊടിയും എണ്ണാവോ നിനക്ക്? ഇല്ല, പറ്റത്തില്ല. എനിക്കൊരു എത്രയാണ് 1000 വർഷം തന്നാൽ പോലും ഞാൻ എണ്ണിത്തീരത്തില്ല. നിൻ്റെ മക്കൾ അങ്ങനെയാവും. അബ്രഹാം എന്ത് ചെയ്തു? വിശ്വസിച്ചു. അതവന് നീതിയായി കണക്കിട്ടു എന്ന് തിരുവെഴുത്ത് നിവർത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനായി തീർന്നു. ദൈവം പറഞ്ഞത് വിശ്വസിക്കാത്തവൻ്റെ കൂടെയൊന്നും ദൈവം, ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്തും വിശ്വസിക്കും. വിശ്വസിച്ചില്ല എന്ന് ചോദ്യം ചെയ്യുവാണ്, ഇവനോട് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല. അബ്രഹാം അങ്ങനെയല്ല, ദൈവം എന്തു പറഞ്ഞാലും വിശ്വസിക്കും. നമ്മുടെ ഇരിപ്പ് കണ്ടാൽ നമ്മൾ ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം, സഹിത്വം വാഗ്ദത്തം ചെയ്തു അല്ലേ. 4 യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യം. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. സന്തോഷം, എൻ്റെ സന്തോഷം. അതേത് സന്തോഷം? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്തു. ദൃശ്യമണ്ഡലത്തിലല്ല ദൈവം വെച്ചിരിക്കുന്ന സന്തോഷം. ദൃശ്യമണ്ഡലത്തിൽ നിനക്ക് അപമാനമാ, ദൃശ്യമണ്ഡലത്തിൽ ക്രൂശ് നിനക്ക് വേദനയാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നീ വേദനിക്കുന്ന വിഷയത്തിലാണെങ്കിലും, നീ ഹല്ലേലൂയ ഞുരുങ്ങുന്ന വിഷയത്തിലാണെങ്കിലും, അപമാനമേറ്റിരിക്കുന്ന വിഷയത്തിലാണെങ്കിലും സന്തോഷത്തിന്റെ അനുഭവങ്ങൾ വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ശിമയി ശപിക്കുമ്പോൾ സ്തോത്രം, ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, ശപിച്ചോട്ടെ, എന്നെ കുറ്റപ്പെടുത്തുകയും ശപിക്കുകയും കല്ലുവാരി എറിയൊക്കെ ചെയ്തോട്ടെ, അത് ദൈവം അനുവദിച്ചിട്ടായിരിക്കും. പക്ഷെ അതിനകത്തൊരനുഗ്രഹം വെച്ചിരിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ദൈവം ഇതിൽ നിന്നെ അന്യായമായി കുറ്റപ്പെടുത്തുമ്പോൾ, പീഡിപ്പിക്കുമ്പോൾ, ഞെരുക്കുമ്പോൾ, വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും വേദനിപ്പിക്കുമ്പോൾ മനസ്സിലാക്കിക്കോണം, അതിനകത്തൊരു അനുഗ്രഹം പൊതിഞ്ഞു വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം.